UDFന്റെ ബാർ പൂട്ടലിന്റെ ഒരു കഥയുണ്ട്. ഞാൻ അതിന്റെ മുഴുവൻ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. UDFന്റെ ബാർ പൂട്ടലിന്റെ ഒരു കഥ 418 ബാർ പൂട്ടി സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴാണ്. സാർ, അതിനു മുമ്പ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ടായിരുന്നു. ഈ 418 ബാറുകൾക്ക് നിലവാരമില്ല, അതുകൊണ്ട് അതിന് പ്രവർത്തനാനുമതി കൊടുക്കാൻ പാടില്ല എന്ന്. ആ ശുപാർശ അവഗണിച്ചവരാണ് ഇവർ. ആ ശുപാർശ അവഗണിച്ചു. സുപ്രീം കോടതി വിധിയിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ശുപാർശ അവഗണിച്ചു എന്നുള്ളത്. അതിനുള്ള തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി. അപ്പോഴാണ് നിങ്ങൾക്ക് ബാർ പൂട്ടേണ്ടി വന്നത്. പക്ഷെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്തു. ആ 418 ബാറുകൾക്കും FL11 ലൈസൻസ്, ബിയർ വൈൻ പാർലറുകളുടെ ലൈസൻസ് കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്തു. അവരോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത, നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റിസ് M. രാമേന്ദ്രൻ കമ്മീഷനെ നിയമിച്ചു. ജസ്റ്റിസ് M. രാമേന്ദ്രൻ കമ്മീഷൻ, റിട്ടയർഡ് ജസ്റ്റിസ്. ആ കമ്മീഷന്റെ ശുപാർശയാണ് 3 സ്റ്റാർ അതിന് മുകളിലുള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാവൂ എന്നത്. നിങ്ങൾ നിയമിച്ച കമ്മീഷന്റെ ശുപാർശയാണ്. നിങ്ങൾ നടപ്പാക്കിയില്ല. 2017 LDF സർക്കാർ മദ്യനയത്തിൽ അത് നടപ്പാക്കി. നിങ്ങളുടെ കമ്മീഷന്റെ ശുപാർശ അതാണ് LDF സർക്കാർ നടപ്പാക്കിയത്.